ഇനി ഒമിൻഹ അത്തവക്കുലു, തവക്കുലാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട വസയ്യത്ത്. തവക്കുൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ ഭാരമേൽപ്പിക്കുക, കാര്യങ്ങളൊക്കെ അള്ളാഹുവിൽ ഭാരമേൽപ്പിക്കുന്നതിനെയാണ് തവക്കുൽ എന്ന് പറയുന്നത്. അള്ളാഹു ഏറ്റെടുക്കുമെന്ന പൂർണ്ണമായ വിശ്വാസത്തോടുകൂടെ അള്ളാഹുവിൽ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നതിനെ തവക്കുൽ എന്ന് പറയും. അള്ളാഹു ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം, അതോടുകൂടെയാണ്. രോഗം വന്നാൽ ചികിത്സിക്കണം എന്ന് അള്ളാഹു പറഞ്ഞതാണ്. അപ്പം മരുന്ന് കുടിക്കുകയും ഈ മരുന്ന് കുടിച്ചാൽ അള്ളാഹു മാറ്റുമെന്ന വിശ്വാസത്തോടുകൂടെ നമ്മൾ കുടിക്കുകയും ചെയ്യും. അതിനാണ് തവക്കുൽ എന്ന് പറയാം. അല്ലാതെ രോഗം വന്നിട്ട് മരുന്ന് കുടിക്കാതെ അള്ളാഹു മാറ്റിക്കോളും എന്ന് വിചാരിക്കലല്ല, അത് തവക്കുലല്ല. അപ്പൊ തവക്കുൽ പ്രധാനപ്പെട്ട ഒരു വസിയത്ത. വതവക്കലൻ മുതജർരിദൻ ഫീ റിസ്ഖിക ثقة بوعد الرب أكرم مفضلا. നിങ്ങൾ അള്ളാഹുവിൽ ഭാരമേൽപ്പിക്കുക. മുതജർരിദൻ ഫീ റിസ്ഖിക, നിങ്ങളുടെ റിസ്ക്, നിങ്ങളുടെ ഭക്ഷണം, വസ്ത്രം, ജോലി, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സിഖതം ബിവഅദി റബ്ബി, അള്ളാഹുവിന്റെ വാഗ്ദാന പ്രകാരം അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട്, അക്രമ, ഏറ്റവും മാന്യനായ, മുഫ്ളിലായ, എല്ലാ നിലക്കും നമ്മൾക്ക് അധികാരമുള്ള, നമ്മൾക്ക് കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്ന അള്ളാഹുവിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ മുഴുവൻ കാര്യങ്ങളിലും നിങ്ങൾ അള്ളാഹുവിൽ ഭാരമേൽപ്പിക്കുക. എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോഴേക്ക് പഠിച്ചവനെ തീർന്ന് ഇനിയിപ്പം ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് വിചാരിക്കലല്ല. അള്ളാഹു എന്തെങ്കിലുമൊക്കെ ഒരു വഴി കാണുമെന്ന വിശ്വാസത്തോടു കൂടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക. നമ്മളൊരു ബിസിനസ് ചെയ്തു, കോടികൾ കടായി, പടച്ചോൻ ഇനി തൂങ്ങി മരിക്കല്ലാതെ രക്ഷയില്ല എന്ന് വിചാരിക്കുന്നത് വിശ്വാസിയല്ല. എന്ന് ഒരു വിശ്വാസി ഒരിക്കലും വിചാരിക്കൂല. കാരണം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം, അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എന്തെങ്കിലും ഒരു വഴി കാണിച്ചു കൊടുക്കും. അതാണ് തവക്കുൽ എന്ന് പറയണത്. അതേസമയം ജോലിക്കൊന്നും പോവാതെ അങ്ങനെ കുത്തിരിക്കുക, അത് പറ്റൂല. ഞാൻ തവക്കുലാക്കി കുത്തിരിക്കാൻ പറഞ്ഞിട്ട് പെണ്ണും കെട്ടി കല്യാണം കഴിച്ച് കുട്ടികളും ഉണ്ടാക്കി എന്നിട്ട് അങ്ങനെ കുത്തിരിക്കുക, അത് പറ്റൂല. അവന് കുടുംബത്തില് ജോലിക്കൊന്നും പോവാതെ, അവന്റെ കുട്ടികൾക്കും മക്കൾക്കും തിന്നാനൊന്നും കൊടുക്കാൻ ജോലിക്കൊന്നും പോവാതെ അങ്ങനെ വീട്ടിലിരിക്കുക എന്നുള്ളത്, എന്നിട്ട് ഞാൻ തവക്കുലാക്കി ഇരിക്കുക എന്നുള്ളത് ഫലാ യജൂസു, അത് ജായിസാവുകയില്ല. അത് തവക്കുലല്ല, അത് പൊട്ടത്തര. പക്ഷികളെ പോലെയാണ് ആവേണ്ടത് എന്നാണ് ഹദീസിലുള്ളത്. പക്ഷികൾ രാവിലെ നേരം വെളുത്താൽ ഭക്ഷണം തേടി പോകുന്നു, അവർക്ക് അല്ലാഹു എവിടെയെങ്കിലും ഭക്ഷണം റെഡിയാക്കി വെക്കുന്നു, എന്നിട്ട് തിരിച്ച് അവർ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. അങ്ങനെയാണല്ലോ. അല്ലാതെ പക്ഷിക്ക് നമ്മൾ കൂട്ട് കൊണ്ടുപോയിട്ട് കൊണ്ടുകൊടുക്കലില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അഭിമാനത്തെ പണയം വെക്കരുത്. ത്വാമിഅൻ ഫീ മാലിഹിം, ജനങ്ങളുടെ സമ്പത്തിലോ അല്ലെങ്കിൽ അവരുടെ ഔജാഹിഹിം, അവരുടെ സ്ഥാനമാനങ്ങളിലോ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അഭിമാനത്തെ പണയം വെക്കാൻ പാടില്ല. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. തവക്കുൽ എന്ന് പറഞ്ഞാൽ ജോലിക്കൊന്നും പോവാതെ ബാക്കിയുള്ളവരുടെ കയ്യിൽ കിട്ടി കുടുംബക്കാരോടോ കൂട്ടുകാരോടോ ഒക്കെ കടം ചോദിച്ചു അങ്ങനെ നിങ്ങളുടെ അഭിമാനത്തെ പണയം വെക്കലല്ല. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതോടുകൂടെ അള്ളാഹു എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന വിശ്വാസമാണ് തവക്കുൽ എന്ന് പറയുന്നത്.